ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുവിഷൻ യൂണിവേഴ്സൽ വണ്ണസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പ്രാർത്ഥനകൾക്ക് ഒടുവിൽ നമ്മൾ 3 തവണ ശാന്തി 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 എന്ന് ചൊല്ലാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് 3 തവണ ചൊല്ലുന്നത്? എന്നാൽ എന്തുകൊണ്ടാണ് 1 തവണയോ 2 തവണയോ ചൊല്ലാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ 3 വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന 3 തരം തടസ്സങ്ങളെ, അതായത് താപത്രയങ്ങളെ ഇല്ലാതാക്കുവാനാണ് നാം ഇങ്ങനെ ചൊല്ലുന്നത്. ഗുരുദേവ ദർശനത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിൽ അദ്വൈതം അഥവാ ഏകത്വത്തിനാണ് പ്രാധാന്യം. ഈ ഏകത്വത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന 3 തരം താപങ്ങളെ, പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനാണ് നാം 3 തവണ ശാന്തി മന്ത്രം ചൊല്ലുന്നത്. ഇതിനെ താപത്രയങ്ങൾ എന്ന് വിളിക്കുന്നു. ആദ്യത്തെ ശാന്തി ആധ്യാത്മിക ശാന്തി, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സമാധാനം. അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന രോഗങ്ങൾ, ദേഷ്യം, ഭയം, അസൂയ, വിഷാദം എന്നിവയിൽ നിന്നുള്ള മോചനം. ആത്മീയ പാതയിൽ സഞ്ചരിക്കാൻ ആദ്യം സ്വന്തം ശരീരവും മനസ്സും ശാന്തമാകണം. ഗുരുദേവൻ പറഞ്ഞ ആത്മബോധം നേടാൻ ഈ ആന്തരിക ശാന്തി അനിവാര്യമാണ്. രണ്ടാമത്തെ ശാന്തി ആദി ഭൗതിക ശാന്തി, ചുറ്റുപാടുകളിൽ നിന്നുള്ള സമാധാനം. അതായത് സഹജീവികൾ, മൃഗങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ അല്ലാത്ത മറ്റ് ബാഹ്യശക്തികൾ എന്നിവയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനാണ് ഈ രണ്ടാമത്തെ ശാന്തി. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം എന്ന ഗുരുദർശനം ഇവിടെ പ്രസക്തമാണ്. ലോകത്തെ എല്ലാവരുമായും സമാധാനത്തിൽ കഴിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉദാഹരണം പറഞ്ഞാൽ, ആധ്യാത്മിക ശാന്തി എന്നത് നമ്മുടെ മനസ്സിൻ്റെ ദേഷ്യം കുറയ്ക്കുവാനാണെങ്കിൽ, ആദ്യ ഭൗതിക ശാന്തി മറ്റുള്ളവരുമായുള്ള വഴക്ക് ഒഴിവാക്കുവാനാണ്. മൂന്നാമത്തെ ശാന്തി ആദി ദൈവീക ശാന്തി, ദൈവികമായ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രപഞ്ച ശക്തികളിൽ നിന്നുള്ള സമാധാനം. അതായത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ, ഭൂകമ്പം, പ്രളയം, മിന്നൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ വഴി ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. പ്രപഞ്ചത്തോട് ഇണങ്ങി ജീവിക്കുവാനുള്ള പ്രാർത്ഥനയാണിത്. ഇത് സാധാരണയായി വളരെ താഴ്ന്ന സ്വരത്തിലാണ് ചൊല്ലുന്നത്. പ്രപഞ്ച ശക്തികളുമായി നാം ഒന്നാണെന്ന ബോധം, യൂണിവേഴ്സൽ വണ്ണസ്, ഇത് നൽകുന്നു. ഗുരുദേവ ദർശനവുമായുള്ള ബന്ധം. ഗുരുദേവൻ പഠിപ്പിച്ചത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാണ്. ഈ 3 ശാന്തികളും ലഭിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ ജാതി മതചിന്തകൾക്കതീതമായി ഏകത്വത്തിൻ്റെ വണ്ണസ് അവസ്ഥയിൽ എത്തുകയുള്ളൂ. ഈ 3 ശാന്തികളും ചൊല്ലിക്കഴിഞ്ഞുണ്ടാകുന്ന നിശബ്ദത, സൈലൻസ്, അതാണ് യഥാർത്ഥ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ്. സഹജീവികളുമായുള്ള കലഹങ്ങൾ മാറി ലോകം ഒരു കുടുംബമായി മാറാൻ ഗുരുദേവൻ ദർശനമാലയിൽ ഭക്തിയെയും ജ്ഞാനത്തെയും കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിൻ്റെ ഈ ശാന്തതയെ നിർവാണം അഥവാ പരമമായ ശാന്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭേദചിന്തകൾ ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശാന്തി ഉണ്ടാകുന്നത്. ഈ 3 ശാന്തികളും ലഭിക്കുമ്പോൾ മനുഷ്യൻ പ്രപഞ്ചത്തോട് ഒന്നാകുന്നു. അതാണ്
യൂണിവേഴ്സൽ വൺനെസ്. താങ്ക് യു. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഗുരുദേവ ദർശനങ്ങൾ ഇനിയും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി. അവസാനമായി ഒരു ചോദ്യം. താപത്രയങ്ങൾ എന്നാൽ എന്തൊക്കെയാണ്? ഈ വീഡിയോ മുഴുവൻ കണ്ടവർ കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക് യു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.